ഞങ്ങളുടെ നാട്ടിൽ നടന്ന മുടിയേറ്റ് എന്ന് പറയുന്ന അനുഷ്ഠാന കലയാണ് ഈ കാണുന്നത്. പണ്ടൊക്കെ മുടിയേറ്റ് കാണാൻ പോകുമ്പോൾ ഭയങ്കര പേടിയായിരുന്നു. കാരണം ഭൂതം വന്ന് പിടിച്ചിട്ടുണ്ടോവോ എന്നൊരു പേടിയുണ്ടായിരുന്നു. ദാരികവധമാണ് മുടിയേറ്റിന്റെ ഇതിവൃത്തം എന്നറിയാമായിരുന്നു. പക്ഷേ അനുബന്ധമായുള്ള കഥകളൊന്നും അറിയില്ലായിരുന്നു. അപ്പൊ ബ്രഹ്മദേവനെ തപസ്സനുഷ്ഠിച്ച ദാരികൻ വരം മേടിക്കുകയാണ്, ബ്രഹ്മാവിഷ്ണു മഹേശ്വരന്മാരാൽ എന്നെ വധിക്കാൻ പാടില്ല. അപ്പോൾ ബ്രഹ്മദേവൻ ചോദിക്കുന്നുണ്ട്, എന്തുകൊണ്ടൊരു സ്ത്രീയാൽ നിന്നെ വധിച്ചുകൂടാ? ഒരിക്കലും സംഭവിക്കില്ല. അസംഭവ്യം എന്ന് പറയുന്ന ദാരികൻ ഭദ്രകാളിയുള്ള കാര്യം മറന്നുപോയിരിക്കുന്നു. ഇപ്പൊ മുടിയേറ്റിലെ ദാരികന്റെ വീരപരാക്രമങ്ങളും അതിനെക്കുറിച്ച് നാരദ മഹർഷി ശിവനോട് പറയുകയും അതിന് ശിവനാരദ സംവാദം എന്ന് പറയാം. അപ്പൊ കൈലാസത്തിൽ നിന്ന് അച്ഛന്റെ അനുഗ്രഹത്തോടു കൂടി ഭദ്രകാളിയും കൂളിയും ദാരികന്റെ കോട്ടയിലേക്ക് പുറപ്പെടുന്ന ഭാഗങ്ങളൊക്കെ ഇതിലുണ്ട്. അതിന് കാളി പുറപ്പാട് എന്ന് പറയാം. അങ്ങനെ പോർവിളികളും ഘോരയുദ്ധങ്ങളും ഇടയ്ക്ക് കോയമ്പട നായർ രംഗപ്രവേശനവും യുദ്ധത്തിൽ പരാജയപ്പെട്ട ദാരികൻ പാതാളത്തിൽ ഒളിക്കുകയും ചെയ്യുന്നു. അതിനുശേഷം ദേവി ഭദ്രകാളി ദാരികദാനവന്മാരെ പാതാളത്തിൽ വെച്ച് തന്നെ നിഗ്രഹിക്കുകയും ചെയ്യുന്നു. ദുഷ്ടനിഗ്രഹത്തിനും ശിഷ്ടപരിപാലനത്തിനുമായി ഭൂമിയിൽ അവതരിച്ച ദേവി തന്റെ ദൗത്യം പൂർത്തിയാക്കി സമ്പൽ സമൃദ്ധി ഉണ്ടാക്കാനായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ശ്ലോകത്തോടു കൂടിയാണ് മുടിയേറ്റ് അവസാനിക്കുകയാണ് പതിവ്.